മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ തന്റെ പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പോസ്റ്റ് പിൻവലിക്കാൻ CPM നേതാവിന്റെ സമ്മർദ്ദമെന്നും ഡോക്ടർ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്നായിരുന്നു ഹാരിസിന്റെ പോസ്റ്റ്. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയുണ്ടാകാൻ സാധ്യത. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, അല്പസമയം മുമ്പ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഹാരിസ് മറുപടി പറയുകയുണ്ടായി. ഒരു നടപടിയെയും ഭയക്കുന്നില്ല, താൻ സത്യമാണ് തുറന്നു പറഞ്ഞത് എന്ന തന്റെ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായിട്ടും നീലിമ, അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏത് ഘട്ടത്തിലാണ് ആ 2 പോസ്റ്റും പിൻവലിക്കേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് ഈ 2 ഫേസ്ബുക്ക് പോസ്റ്റുകളും പിൻവലിക്കേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളോട്, ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടുമായി അദ്ദേഹം വ്യക്തമായി തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. മന്ത്രിയുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാമായിരുന്നു. 8 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ കാര്യങ്ങൾ മന്ത്രിയുടെ ഓഫീസിനെ വ്യക്തമായിട്ട് അറിയിച്ചതാണ്. പക്ഷേ എന്നിട്ടും ഈ 8 മാസങ്ങൾ പിന്നിടുമ്പോഴും ഇത്തരത്തിൽ നടപടി ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവയ്ക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് മേധാവികളാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പോരായ്മകൾ വരുമ്പോൾ കൃത്യമായിട്ടുള്ള എണ്ണം കൊടുക്കേണ്ടതും അത് പർച്ചേസ് ഓർഡറിനായിട്ട് നൽകേണ്ടതും. പക്ഷേ പല ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കൊടുക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടല്ല പലപ്പോഴും ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ട് ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊരു വാദവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 4 ശസ്ത്രക്രിയകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. ഒരെണ്ണം മാത്രമാണ് മുടങ്ങിയതെന്നായിരുന്നു DMAയുടെ ഭാഗത്തെന്നും കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന ഒരു കാര്യം. പക്ഷേ അതിൽ 3 ശസ്ത്രക്രിയകളും നടന്നിട്ടില്ല എന്ന് ഡോക്ടർ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും ഈ കാര്യങ്ങൾ അധികാരികളോടും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിലും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഓഫീസിലും പറയുമ്പോൾ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ആ പോസ്റ്റ് പിൻവലിച്ചത്. പക്ഷേ പറഞ്ഞ അഭിപ്രായങ്ങൾക്കൊപ്പം അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലായിട്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തതും കാത്ത് ലാബ് പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും വാർത്തയായിട്ട് പുറത്തു വന്നതാണ്. പക്ഷേ അത് ഈ ഇത്തരത്തിൽ വാർത്തയായിട്ട് പുറത്തു വരുമ്പോഴും അതിന് അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേധാവി ഒരു ആരോഗ്യ വിഭാഗത്തിലെ മേധാവി തന്നെ ഈ വിഷയങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിൻ്റെ അത് അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ വളരെ വിചിത്രപരമായിട്ടുള്ള വാദമായിരുന്നു DMA അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം 50 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മാത്രം അനുവദിച്ചിരുന്നു. 41,000 രൂപയിലധികം ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. HODകൾ വ്യക്തമായ അല്ലെ കറക്റ്റ് സമയത്ത് HODകൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ രീതിയിലെങ്കിലും ഈ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു തരത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ കുറ്റങ്ങളെല്ലാം ഇത്തരത്തിൽ ഈ HODമാരുടെ തലയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിലക്കയറ്റത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് അധികാരിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു DMAയുടെ ഭാഗത്തുനിന്നുണ്ടായ ശ്രമം. പക്ഷേ ഈ മണിക്കൂറിൽ ഹാരിസ് ചിറക്കലിൻ്റെ വാക്കുകൾ പുറത്തു വരുമ്പോൾ അത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിന് പലപ്പോഴും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 8 മാസങ്ങൾക്ക് മുമ്പേ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ PS വഴി ഇത്തരത്തിൽ മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുള്ളതാണ്. HDSന് പലപ്പോഴും പണം നൽകാറില്ല. HDSന് പലപ്പോഴും പണം നൽകാതെ വരുമ്പോഴാണ് പർച്ചേസ് ചെയ്ത ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കാതെ വന്ന പല ശസ്ത്രക്രിയാ ഉപകരണങ്ങളും വിദേശത്തു നിന്നാണ് ലഭിക്കുന്നത്. നമുക്കറിയാം ശ്രീചിത്ര ആശുപത്രിയിലെ ശസ്ത്രക്രിയ മുടങ്ങിയ സമയത്ത് നമുക്കറിയാം അമൃത് പദ്ധതി വഴി അത് പുറം രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു. തുടർന്നാണ് അത്തരത്തിൽ ശസ്ത്രക്രിയ പുനരാരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന പല ശസ്ത്രക്രിയാ ഉപകരണങ്ങളും തെറ്റായ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നതിലൂടെയും HDSന് പണം നൽകാതെ വരുന്നതിലൂടെ ഇത് ലഭിക്കാതെ വരികയും ശസ്ത്രക്രിയ മുടങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ, ഒരു വിഭാഗത്തിൻ്റെ മേധാവി, ഒരു ആരോഗ്യ വിഭാഗത്തിൻ്റെ മേധാവി നടന്ന് കാല് കിഴഞ്ഞുവെന്നും ചെരുപ്പ് തേഞ്ഞുവെന്നും ഒക്കെ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യേണ്ടത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നുള്ള കാര്യം. മെഡിക്കൽ കോളേജിലെ കടുത്ത പ്രതിസന്ധിയെക്കുറിച്ചാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങളിൽ ഉള്ളത്.